വന്നിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ട് ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഒരു ബീഫ് റെസിപ്പിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് വളരെ ചുരുക്കം ചേരുവകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 3/4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. വളരെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, പിന്നെ ഒരു 1/4 മുതൽ 1/2 ടേബിൾ സ്പൂൺ വരെ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ സോറി, ഞാനിതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇടണം. 1 ടേബിൾ സ്പൂൺ അതും കൂടെ ആഡ് ചെയ്തിട്ട് വളരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് മാരിനേറ്റ് ചെയ്യാൻ സമയമുള്ളവർക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇത് കുക്കറിൽ ഇട്ടിട്ട് ഒരു 3-4 വിസിൽ വേവിച്ചെടുക്കുക കേട്ടോ. ഇനി അതൊക്കെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെക്കുകയാണ്. ചൂടുകട്ടിയുള്ളൊരു ചട്ടി വെക്കുക. അതിലേക്ക് നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒരു 3-4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഹോൾ മസാല ചേർത്ത് കൊടുക്കണം. 1 ഇഞ്ച് കനത്തിലുള്ള കറുവപ്പട്ട, 3 ഗ്രാമ്പു, 2 ഏലക്ക ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചിട്ട് ആദ്യം ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ എണ്ണയ്ക്ക് പിന്നെ ഇത് മൊത്തത്തിൽ നല്ലൊരു ഫ്ലേവറും ഭയങ്കര ടേസ്റ്റും സ്മെല്ലും ഒക്കെ പാടെ ഉണ്ടാവും. എന്നിട്ട് അതിന് ശേഷം അതൊരു 3 പച്ചമുളക് നടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു വലിയ ടേബിൾ സ്പൂൺ തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എണ്ണയിലേക്ക് ആദ്യം ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ മട്ടനും ബീഫൊക്കെ യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ ഇഞ്ചിയും വെളുത്തുള്ളിലേക്ക് ഇടുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു വലിയ സവോള, ചെറുതാണെന്നുണ്ടെങ്കിൽ 2 സവോള എടുക്കാം, വലുതാണെന്നുണ്ടെങ്കിൽ 1 മതി. ഇത് വലിയൊരു സവോളയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 2 സവോളയുടെ ക്വാണ്ടിറ്റിൻ്റെ അത്രയും വലിയ സവോളയാണ്. അപ്പോൾ ആ സവോളയും കൂടെ നീളത്തിൽ അരിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ചെറിയുള്ളി യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെറിയുള്ളി യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ചെറിയൊരു മടി കൊണ്ട് ഞാൻ വലിയ ഉള്ളിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായി വഴറ്റി എടുത്തിട്ടുണ്ട്. അത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി നമ്മൾ ബീഫിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു ഉള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അത് നന്നായി വഴണ്ട് വരുമ്പം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൽ കാര്യമായിട്ടൊന്നും ചേർക്കാനൊന്നുമില്ല. ഇനി ഒരു 10-15 മിനിറ്റ് ഇതിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിലൊന്നുമല്ല, ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം. എന്ന് വെച്ചാൽ നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ കുറച്ച് വെള്ളമേ ഉള്ളൂ ബീഫിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ളത്. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ കാര്യം. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിലൊക്കെ പിടിക്കും. അപ്പോൾ അടിയിലൊന്നും പിടിക്കാണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കുക. അപ്പോൾ ഇത് കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. സ്റ്റാർട്ടറായിട്ടും അല്ലെങ്കിൽ ടച്ചിങ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ്. ഇനി ഇത്രയും എരിവ് വേണ്ടാന്നുള്ളവർക്ക് എരിവ് വേണമെങ്കിൽ കുറച്ച് ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ നല്ല സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ബീഫ് ഇവിടെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് ശരിക്കും ഒന്ന് അടച്ച് വെച്ച് നമുക്ക് ഇപ്പോൾ വൈകുന്നേരമൊക്കെയാണ് ബീഫ് യൂസ് ചെയ്യണമെങ്കിൽ ഉച്ചയ്ക്കൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര കൂടുതൽ നേരം നമ്മൾ ഉണ്ടാക്കി വെക്കുന്നു അത്രയും ടേസ്റ്റ് കൂടും ഈ ബീഫൊക്കെ. ഇനി ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഉള്ളവർക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻസൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.